ശ്രീ ആൻഡ്രോ അഗസ്റ്റിൻ. ഈ കാര്യത്തിനകത്ത് എൻ്റെ ടേക്ക് എന്ന് പറയുന്നത് ഇതൊരു ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചോളം 140 മണ്ഡലങ്ങളാണല്ലോ ഉള്ളത്. അതിൻ്റെ അകത്ത് മുസ്ലിം ഭൂരിപക്ഷം കൂടുതലുള്ള 40 മണ്ഡലങ്ങളാണുള്ളൂ. ബാക്കി 100 മണ്ഡലങ്ങൾ മുസ്ലിം ഭൂരിപക്ഷങ്ങൾ അധികം ഇല്ലാത്തതാണ്. പ്രത്യേകിച്ച് മലബാർ ഏരിയ ഒഴിച്ചിട്ടുള്ള മണ്ഡലങ്ങൾ. തിരുവിതാംകൂർ തുടങ്ങി അങ്ങോട്ട് തിരുവനന്തപുരം വരെയുള്ള ഭാഗങ്ങളിൽ മുഴുവൻ മുസ്ലിം ഭൂരിപക്ഷം ഈ വലിയ രീതിയിൽ മണ്ഡലങ്ങളെ സ്വാധീനിക്കാത്ത മണ്ഡലങ്ങളാണ് കൂടുതലും. ആ സ്ഥലങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാക്കുമെന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് വിചാരിക്കുന്നത്. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം ഒന്ന് രണ്ട് കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് തിരുവിതാംകൂർ, എറണാകുളം, കൊച്ചി, എറണാകുളം, കോട്ടയം ഭാഗങ്ങളെല്ലാം ചേർന്ന കേരള കോൺഗ്രസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ക്രിസ്ത്യൻ സമുദായത്തിന് വലിയ രീതിയിൽ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. ഈ സ്ഥലങ്ങളിലെല്ലാം ഒരു കോൺഗ്രസിൻ്റെ നേതാവായി ജനങ്ങൾ കണ്ടിരുന്നത് കെ എം മണിയായിരുന്നു. കെ എം മണി കോൺഗ്രസിൻ്റെ കൂടെ ഉണ്ടാകുന്നതോടുകയും ഈ ക്രിസ്ത്യൻ സമുദായത്തെ ഒറ്റക്കെട്ടായി നിർത്തുകയും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ കാര്യങ്ങൾ പറയാൻ കെ എം മണി എന്നുള്ള നേതാവ് ഉണ്ടായും അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള പോസ്റ്റുകൾ കിട്ടുമെന്നുള്ളൊരു ധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഈ കെ എം മാണിയുടെ മരണശേഷം അതില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതോടുകൂടി എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷത്തിന് വലിയ രീതിയിൽ സീറ്റുകൾ കിട്ടുകയും അവർ വലിയ രീതിയിൽ ജയിച്ചു വരികയും ചെയ്തതിന് കോൺഗ്രസിനെ മുസ്ലിം ന്യൂനപക്ഷം കൈയടക്കുമോ എന്നുള്ളൊരു ചിന്ത കേരളത്തിലെ ജനങ്ങൾക്ക് പൊതുവായിട്ടുണ്ട്, ഒരു വിഭാഗം ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് പണ്ട് ആര്യാടൻ മുഹമ്മദ് തന്നെ പണ്ട് പറഞ്ഞിട്ടുള്ളത് 5ാം മന്ത്രി കൊടുത്തു കഴിഞ്ഞാൽ, 5ാം മന്ത്രി സ്ഥാനം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ആരാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ അവസാനത്തെ മുഖ്യമന്ത്രി ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. എന്തുകൊണ്ടാണ് 5ാം മന്ത്രി? അന്ന് ആ സമയത്ത് ആരുണ്ട്? അതായത് കെ എം മാണി സാറുണ്ട്, അതുപോലെ തന്നെ ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ട്, ഉമ്മൻചാണ്ടിയുണ്ട്. വലിയ രീതിയിൽ ഈ പറയുന്ന സാമുദായിക സംഘടനകളെല്ലാം ഒറ്റക്കെട്ടായി ഒരു കൊടക്കയിൽ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ഒരു പ്രാപ്തിയുള്ള ആൾക്കാർ ആ സമയത്തുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ സമയത്ത് നിലമ്പൂരിൻ്റെ ഒരു ഇലക്ഷനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടിട്ട് ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രം എന്ന് പറയുന്ന സംവിധാനങ്ങളില്ല എന്നും ഇതിനെ തള്ളിക്കളയുകയാണെന്നും അതുപോലെ തന്നെ ഘട്ടം ഘട്ടമായി അവർ മാറിയില്ലേ എന്നൊക്കെ ചോദിച്ചോട് കൂടിയിട്ട് എന്ത് സംഭവിച്ചു? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വെൽഫെയർ പാർട്ടി അടക്കമുള്ള സംവിധാനങ്ങൾ UDFന് ഇനി UDF വേണ്ടാന്ന് പറഞ്ഞാൽ അവർ അടുത്തടുത്ത് വരും. കാരണം അവരിപ്പോൾ എന്താ ചെയ്യുന്നത്? അവർക്ക് വലിയൊരു സ്പേസ് കിട്ടി. കേരള രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കും ഈ പറയുന്ന വെൽഫെയർ പാർട്ടിക്കും ഒരു വലിയ സ്പേസ് കിട്ടി. ആ സ്പേസ് ആരാണ് ഉണ്ടാക്കി കൊടുത്തത്? ആ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ് ഉണ്ടാക്കി കൊടുത്ത സ്പേസ് ഏറ്റവും ദോഷം ചെയ്യുന്ന ആർക്കാണെന്നറിയോ? ഏറ്റവും ദോഷം ചെയ്യുന്നത് ലീഗിനാണ്. ലീഗിന് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു നിയമസഭാ ഇലക്ഷൻ 140 മണ്ഡലങ്ങൾ നടക്കുകയാണ്. ഈ 140 മണ്ഡലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിച്ചിറങ്ങിയാൽ അവസ്ഥ ആലോചിച്ച് നോക്കി. ലീഗ്, ഞാൻ പറയുമല്ലോ, ഇപ്പോൾ നിലമ്പൂരിലെ ഇലക്ഷൻ നിങ്ങൾ നോക്കൂ, ലീഗ് എത്ര ഒറ്റക്കെട്ടായി തങ്ങൾ പറയുന്ന കാര്യങ്ങളെ അതേപടി ആവർത്തിച്ച് കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, എറണാകുളത്തു നിന്ന് വരെ മുഹമ്മദ് ഷാ, എത്ര ആൾക്കാരാണ്, നവാസ് മീരാൻ, എത്ര ആൾക്കാരാണ് കോൺഗ്രസിന് വേണ്ടി അല്ലെങ്കിൽ ലീഗിൻ്റെ നേതാക്കന്മാർ എല്ലാ വീടുകൾ കയറി ഇറങ്ങിയില്ലേ? ആർക്കെങ്കിലും ഒരു അലോസരം ഉണ്ടായോ? ഒരു വീട്ടിൽ കയറി ലീഗിന് നേതാവ് വോട്ട് ചോദിക്കുമ്പോൾ ആരെങ്കിലും മോശം പറയുന്നുണ്ടോ? നിങ്ങൾ അതുപോലെയാണോ കാണുന്നത്? ഈ പറഞ്ഞ SDPയെയും ഈ പറഞ്ഞ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും വീട്ടിൽ കയറി കോൺഗ്രസിന് വോട്ട് ചോദിച്ച അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. SDP വോട്ട് ചോദിച്ചിട്ടില്ല. ഇല്ല, SDP ചോദിച്ചില്ല. ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള പാർട്ടികൾ വീടുകൾ കയറി കോൺഗ്രസിന് വോട്ട് ചോദിച്ചാൽ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിക്കേ. അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ഭയാനകമായിരിക്കും. അന്നത്തെ വലിയ രീതിയിലുള്ള ചർച്ചയായിരിക്കും. കോൺഗ്രസ് നല്ല രീതിയിലാണ് ഇതിനെ പ്രതീക്ഷിക്കുന്നതെങ്കിൽ, നല്ല രീതിയിലുള്ളൊരു 2026 ഇലക്ഷനാണ് ഇവർ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ആ ഇലക്ഷൻ സംവിധാനത്തിലുള്ള ഭാഗം മാത്രമാണിത്. വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് വോട്ട് തരാൻ തീരുമാനിച്ചിരുന്നു, അതോടുകൂടി അത് കഴിഞ്ഞു, ആ ഇലക്ഷൻ കഴിഞ്ഞു. ഇനി ഞങ്ങൾ അടുത്ത കാര്യങ്ങൾ പിന്നീട് ആലോചിക്കാം. ഇപ്പോൾ ഞങ്ങളതുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറയേണ്ട സമയം കഴിഞ്ഞു. അതാ ആ ഇലക്ഷന് വേണ്ടിയിട്ട്, ആ ഒരു മണ്ഡലത്തിന് വേണ്ടിയിട്ടാണ്. ഇനി നടക്കാൻ പോകുന്നത് ബൈ ഇലക്ഷനിലല്ലോ, ഇനി വരാൻ പോകുന്നത് പഞ്ചായത്ത് ഇലക്ഷനാണ്. പഞ്ചായത്ത് ഇലക്ഷനിൽ സീറ്റ് ചോദിക്കില്ലാതെ ആരും കണ്ടു? പഞ്ചായത്ത് ഇലക്ഷൻ എന്തിനാണ് ഈ വെൽഫെയർ പാർട്ടി ഈ പറയുന്ന കോൺഗ്രസ്സിന് അവർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ, അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിനെ നിങ്ങൾ പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞാൽ അത് ഒരു സ്ഥാനാർത്ഥിനെ പിന്തുണച്ചാൽ പോരെ? അവിടെ വേണ്ട, അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇല്ലാതാക്കിയാൽ പോരെ, ഇല്ലാതെ ഇരുന്നാൽ പോരെ? അപ്പോൾ അതുണ്ടാക്കുന്ന വലിയ ഇമ്പാക്റ്റ് എന്താ? അത് നിയമസഭ തെരഞ്ഞെടുപ്പിലേക്ക് എത്രയോ 3-4 മാസങ്ങൾക്കപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഇത് മാത്രമായിരിക്കും. ഞാൻ പറയുന്നത് ഏറ്റവും പ്രതിസന്ധിയിലാക്കുന്നത് ലീഗിനെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പറഞ്ഞ തീരുമാനം ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് ലീഗിനെ ആയിരിക്കും. കേരളത്തിൽ ഒരു മതാടിസ്ഥാനത്തിലുള്ള കൺസോളിഡേഷൻ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം ഇതാക്കും എന്നുള്ളതാണ്. മുസ്ലിം സമുദായം കോൺഗ്രസിനെ കൈയടക്കും എന്നുള്ള ഒരു പൊതു ചർച്ചയുണ്ടല്ലോ, ആ പൊതു ചർച്ച ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി മാത്രമേ ഇത് ഉപകാരപ്പെടുള്ളൂ. അതിൻ്റെ ഭാഗത്താണ് ഞാൻ പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശനൊക്കെ ഇപ്പം എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ സ്ഥലത്ത് നേരെ ഓപ്പോസിറ്റ് നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലീഗാണ് ഇപ്പോൾ കോൺഗ്രസിനെ ഭരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി അത് കുറച്ചും കൂടെ ശക്തമായി പറയാനുള്ള സംവിധാനം ഉണ്ടാവും, കുറച്ചും കൂടെ ശക്തമായി പറയും, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി പറയിപ്പിക്കും. അങ്ങനെ ഒരു പൊതു ചർച്ച
മുസ്ലിങ്ങൾ UDF കൈയടക്കാൻ പോകുന്നു, കേരളം കൈയടക്കാൻ പോകുന്ന ഒരു പൊതു ചർച്ച ഉണ്ടോ? അല്ല, ഞാൻ പറയുന്നത് എന്താ അറിയോ, ഇലക്ഷൻ്റെ സമയത്ത് എന്താണ്, ഇലക്ഷൻ്റെ സമയത്ത് ആ സമയത്ത് ട്രെൻഡാ ചർച്ചയാവുക അല്ലേ? നിലമ്പൂർ നമ്മൾ കണ്ടല്ലോ. നിലമ്പൂർ എന്താ കണ്ടത്? നിലമ്പൂർ നമ്മൾ വിചാരിച്ച് എന്തെങ്കിലും ചർച്ചയായോ? വിചാരിച്ച് ഒരു കാര്യം ചർച്ച ചെയ്യില്ല. അവിടെ ജനകീയ വിഷയം എന്തെങ്കിലും ചർച്ച ചെയ്യോ? മലയോര ജനങ്ങളുടെ വിഷയം എന്തെങ്കിലും ചർച്ച ചെയ്യോ? ഒന്നും ചർച്ച. നമ്മളൊന്നും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഇലക്ഷൻ്റെ സമയത്ത് ചർച്ച ചെയ്യുക. പക്ഷെ അത് ചർച്ചയാക്കിയത് CPM ആണ്. പക്ഷെ അവർക്ക് ഗുണമല്ലല്ലോ. അല്ല, ഞാൻ ആ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് സ്മൃതി മേഡം, ആ മണ്ഡലത്തിൽ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? 40% മുസ്ലിംസാണ്, 40% ക്രിസ്ത്യാനിയാണ്, സോറി ഹിന്ദുസാണ്, 10% ആരാണ്? ക്രിസ്ത്യാനിയാണ്, 10% സോറി നമ്മുടെ ആദിവാസി പിന്നോക്ക വിഭാഗമാണ്. എല്ലാവരും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ആ എല്ലാവരുടെയും പ്രശ്നം എന്താണ്? ഭൂരിപക്ഷം ആരാ? ഭൂരിപക്ഷം മുസ്ലിമും ഭൂരിപക്ഷം ആരാ? ഹിന്ദുക്കളുമാണ്. 80% ഈ 2 വിഭാഗം മാത്രമേ ഉള്ളൂ. ആ 2 വിഭാഗം എങ്ങോട്ട് തിരിയുന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ചില മണ്ഡലങ്ങൾ കൺസോളിഡേഷൻ. പക്ഷേ അതൊരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമായി കണക്കാക്കാൻ പറ്റില്ല. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ സ്ഥലത്ത് 2 വിഭാഗം എന്താ നോക്കിയത്? ഒരു വിഭാഗം ഹിന്ദു കൺസോളിഡേഷൻ നോക്കി, ഒരു വിഭാഗം മുസ്ലിം. അങ്ങനെ നടന്നോ ഇല്ലയോ എന്നുള്ളതല്ല. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അതാണോ രാഷ്ട്രീയം ചർച്ചയായത്? കേരളത്തിൽ മൊത്തം നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? കേരളത്തിൽ മൊത്തം അങ്ങനെ ഒരു കൺസോളിഡേഷൻ ചർച്ച ചെയ്യാൻ പറ്റും? ശരി, ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. ഞാൻ പറയുന്നത് അത് പ്രചാരണം ഏറ്റെടുക്കുന്ന മണ്ഡലങ്ങൾ കേരളത്തിലുള്ള എത്രയോ മണ്ഡലങ്ങളുണ്ട്. BJPക്ക് ഭൂരിപക്ഷമുള്ള എത്ര മണ്ഡലമുണ്ട് കേരളത്തിൽ? BJP 5ാം സ്ഥാനത്തുള്ള 2ാം സ്ഥാനത്തുള്ള 11 മണ്ഡലമാണ്. 11 സ്ഥാനത്താണ്. 11 മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്ത്, 8 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഡാറ്റ അനുസരിച്ച് 8 സ്ഥലത്ത് 2ാം സ്ഥാനത്തുമാണ്. എന്തൊക്കെയായിരിക്കും ഇനി അടുത്ത ഇലക്ഷനിൽ നമ്മൾ കാണാറ്? അപ്പം എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ നമ്മളിതൊക്കെ പറഞ്ഞാൽ ഇപ്പം എന്താ പറയുന്നറിയോ? നമ്മൾ പറഞ്ഞാൽ പറയോ കോൺഗ്രസ് വിരുദ്ധതയാണ്, നിങ്ങൾ കോൺഗ്രസിനെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ലീഗ് വിരുദ്ധതയാണ്, നിങ്ങൾ കോൺഗ്രസ് വിരുദ്ധതയാണ് പറയുന്നത്, കോൺഗ്രസ് നിങ്ങൾ എന്ത് പറഞ്ഞാലും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തും. ഇത് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്ന സംവിധാനം അല്ല എന്ന് ഞാൻ പറയുന്നത്. ഇത് ഉണ്ടാകുന്ന ദൂരം ആ ഇലക്ഷൻ കഴിഞ്ഞു. ആ ഇലക്ഷനിൽ ചർച്ച ചെയ്ത് എന്താ? അവിടുത്തെ പേരെന്താണ്? മതാടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് കാര്യമായിട്ട് ചർച്ച ചെയ്തത്. അത് UDFൻ്റെ ആണ് LDF, ഞാൻ 2 ഭാഗത്തും പറയും. UDFൻ്റെ ഭാഗത്താണ് LDFൻ്റെ ഭാഗത്താണ്, അത് തന്നെയാണ് ചർച്ച ചെയ്തത്. അതിനാണ് മറുപടി പറഞ്ഞതും. പക്ഷേ ഇനി വരുന്ന നിയമസഭത്തിന് 140 മണ്ഡലങ്ങളിലേക്കാണ്. കോൺഗ്രസിൻ്റെ വേറെ അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. കോൺഗ്രസ് 2021 ഇലക്ഷൻ്റെ എത്ര സീറ്റിലാണ് അധികാരത്തിൽ വന്നത്? 72 സീറ്റിലാണ്. പിന്നെ ഒരു സീറ്റും കൂടെ ബൈ ഇലക്ഷനിൽ വന്ന് 73 സീറ്റായി. 2011 72 സീറ്റിലാണ് അധികാരത്തിൽ വന്നത്. 72 സീറ്റിൽ അതിനേക്കാളും കൂടുതൽ രണ്ടാമത് പിണറായി വരുമ്പോൾ എത്രയാ വരുന്നത്? 84 സീറ്റ് അല്ലേ? 2014. പിന്നെ 99 സീറ്റിലാണ്. അപ്പം 71 സീറ്റ് എന്ന് പറയുന്നത് ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ വന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മലബാർ ഏരിയ, സെൻട്രൽ ട്രാവൻകൂർ മലബാറാണ് അല്ലേ? മറ്റേ സീറ്റ് എന്ന് പറയുന്നത് CPMൻ്റെ കുത്തകയാണ്. എറണാകുളം തുടങ്ങി തിരുവനന്തപുരം വരെയുള്ളത് CPMൻ്റെ കുത്തകയാണ്. കണ്ണൂർ CPMൻ്റെ കുത്തകയാണ്. ഈ സ്ഥലങ്ങളിൽ വോട്ട് ഇങ്ങോട്ട് മറയ്ക്കണ്ടേ? ഈ വോട്ട് മറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടുത്തെ ഹിന്ദുക്കളുടെ വോട്ടും അവിടുത്തെ ക്രിസ്ത്യാനികളുടെ വോട്ടും വേണം. അതാണ് ഞാൻ പറഞ്ഞത്. ആ ഹിന്ദുക്കളുടെ വോട്ടും ക്രിസ്ത്യാനികളുടെ വോട്ടും ഇല്ലാതിരിക്കാനാണ് ആരും നോക്കുക. ഈ ജാതിയും മതവും പറയുന്നതിനിടയ്ക്കും 9 വർഷം ഇവിടെ ഭരണം നടക്കുന്നുണ്ടെന്നും നിലമ്പൂർ ചർച്ചയായോ? അത് പ്രചാരണത്തിൽ ഈ നേതാക്കൾ രാഷ്ട്രീയ പാർട്ടികൾ നിലമ്പൂർ ചർച്ചയായോ ഇല്ലയോ? ചർച്ചയായിട്ടോ ഞാൻ ചർച്ചയായിട്ട് ജനം അത് തന്നെയാണ് മുഖവിലക്കെടുത്തത്. തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് അത് തന്നെയാണെന്നേ. നമ്മൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കണ്ടല്ലോ, എന്താണ് ഇന്ത്യയിൽ മുഴുവൻ ചർച്ച ചെയ്തത്? ഇന്ത്യയിലെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്തത് വികസനം അല്ല. ഞാൻ പറഞ്ഞ ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ആ സമയത്ത് ഏറ്റവും പ്രചാരണ വിഷയം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ വോട്ടിനെ സ്വാധീനിക്കാൻ പറ്റുന്ന വിഷയം കണ്ടെത്തും. അതെന്താണ്? അത് മതമാണ്. ആ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകും. അതിനുള്ളൊരു വഴിമരുന്നാണ് ഇതെന്ന് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ കോൺഗ്രസ് നിർത്താൻ പറ്റും. ഇതിന് നിർത്താൻ പറ്റുന്ന 2 വിഭാഗത്തിലേ ഉള്ളൂ. അത് നിർത്താൻ പറ്റുന്നത് ഒന്ന് ലീഗിനും ഒന്ന് കോൺഗ്രസിനുമാണ്. അത് എവിടെ നിർത്തണം? അത് 1 ഇഞ്ച് അപ്പുറത്തേക്ക് പോകാൻ നിർത്തണം. ഈ സ്വാധീനത ഞങ്ങൾ നാളെ രാവിലെ അമീറാണ് പറയാൻ വരുന്നത്. അത് ജമാഅത്തെ ഇസ്ലാമിൻ്റെ അമീർ പത്രസമ്മേളനം നടത്തി പറയുകയാണ്. എന്ത്? ഞങ്ങൾ കോൺഗ്രസിന് ഇനി തുടങ്ങി അങ്ങോട്ട് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ ഇനി ഇവിടെ അറിയില്ല. ഞാൻ പറയും ഇന്ന് പറഞ്ഞല്ലോ. അതെന്താ പറയുന്നത്? ഞങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണെന്ന് പറയുന്നു. തീരുമാനിക്കുന്നതോടുകൂടി പ്രതിസന്ധിയിലാകാൻ പോകുന്ന ലീഗാണ്. ഞാൻ പറഞ്ഞു ലീഗൊക്കെ ശക്തമായ നിലപാടെടുക്കും. അവരുടെ ഐഡിയോളജിയും ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജിയും ഒന്നും ഒന്നിച്ചു പോകുന്നതേ അല്ല. അവർ അതിനെ നേരത്തെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ശക്തമായി അവരത് എതിർക്കും. ആ ശക്തമായ നിലപാട് അവർ സ്വീകരിച്ചു പോകുന്നത് ഞാൻ വിചാരിക്കുന്നത്. എനിക്കറിയില്ല, നാളെ പറയാമല്ലോ. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമിൻ്റെയും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ ലോകത്തിൽ എവിടെയൊക്കെ ഭീകരാക്രമണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലേ? ഒരു സ്ഥലത്ത്
ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഭീകരാക്രമണത്തെയോ ഏതെങ്കിലും ഒരു ആക്രമണത്തെയോ ലീഗ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ലീഗ് ഇറങ്ങി നിന്ന് സമാധാനത്തിൻ്റെ വാദി തിരിച്ചിട്ടുള്ളൂ. ഈ പറഞ്ഞ പിന്നെ നമ്മുടെ രാമക്ഷേത്ര തകർത്ത സമയത്തൊക്കെ ലീഗ് ചെയ്ത നിലപാടെന്താ? മലപ്പുറം കത്തേണ്ട സമയത്ത് ഇറങ്ങി നിന്ന് പണിയെടുത്ത പാർട്ടിയുടെ പേര് ലീഗ് എന്നാണ്. മനസ്സിലായോ? അവരെടുക്കുന്ന നിലപാട് ഈ രണ്ട് മുസ്ലിം എന്ന് പറയുമ്പോൾ അതിന് വർഗീയവാദം തന്നെ ലീഗിൻ്റെ കൂടെ കൂട്ടിക്കെട്ടാനാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ, അല്ലേ? അതില്ലാതാക്കേണ്ട ഉത്തരവാദിത്വം ലീഗിൻ്റെയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ലീഗ് ശക്തമായി എതിർക്കും. ആ ലീഗിനെ ശക്തമായി എതിർക്കുന്നതോടുകൂടി ഈ പറഞ്ഞ പ്രശ്നം ഇല്ലാതാവുന്ന കോൺഗ്രസിന്റെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞതിനകത്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു വർഗീയ ചൊവയുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ വിയോജിക്കും. അല്ല, ഞാൻ വർഗീയ ചൊവ്വേണ്ടത് വിശ്വസിക്കുന്ന ആളാട്ടോ. ഞാൻ പറയുന്നത് മതരാഷ്ട്രം ഇന്ത്യയിൽ വരണം എന്ന് തീരുമാനിക്കുന്ന പാർട്ടി. Meet the editors.